ഇപ്പോഴത്തെ ഏറ്റവും സജീവമായ ചർച്ച ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുകൊണ്ടാണ്. ഈ വിഷയത്തിൽ പലരും പല ധാരണകളിലാണ് നിലകൊള്ളുന്നത്. ചിലർ ആഴത്തിൽ ഈ വിഷയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കിയവരാണ്. എന്നാൽ മറ്റു ചിലരാവട്ടെ ഒന്നും അതിനെക്കുറിച്ച് അറിയാതെ എന്താണ് ഈ ചർച്ച എന്നുപോലും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളും നമുക്കിടയിലുണ്ട്. എന്താണ് ഏക സിവിൽ കോഡ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. UCC എന്നാണ് അതിന് ചുരുക്കത്തിൽ വിശേഷിപ്പിക്കാറുള്ളത്. അഥവാ നമ്മുടെ രാജ്യത്ത് രണ്ട് തരം നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ക്രിമിനൽ നിയമമാണ്, മറ്റൊന്ന് സിവിൽ നിയമമാണ്. അതിൽ ക്രിമിനൽ നിയമം ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒന്നാണ്. എന്നാൽ സിവിൽ നിയമം അഥവാ വ്യക്തിപരമായി അനുഷ്ഠിക്കേണ്ട നിയമങ്ങൾ, ആ നിയമങ്ങൾ മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസവും ആദർശവും അനുസരിച്ചുകൊണ്ട് പാലിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുണ്ട്. അതിനാണ് വ്യക്തി നിയമം എന്ന് പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാദം ഈ വ്യക്തി നിയമം കൂടി ഏകീകരിക്കണം എന്നതാണ്. അഥവാ വ്യക്തികളുടെ ഇനി വ്യത്യസ്ത ആചാരങ്ങളും രീതികളും വേണ്ടതില്ല, എല്ലാവർക്കും ഒരേ രീതിയിൽ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണമെന്നതാണ്. പ്രധാനമായും ഇത് ബാധിക്കുന്നത് 2-3 കാര്യങ്ങളായി. ഒന്ന് വിവാഹം, മറ്റൊന്ന് വിവാഹമോചനം, മറ്റൊന്ന് അനന്തരാവകാശ സ്വത്ത് ഭാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ കോടതിയിൽ പരിഗണിക്കുക അവന്റെ മതം ഏതാണ് എന്ന് നോക്കി, ആ മതത്തിലുള്ള വിശ്വാസം എന്താണെന്ന് നോക്കി അതിനനുസരിച്ചാണ് അവന്റെ വിവാഹ തർക്കങ്ങൾ തീർപ്പാക്കുക, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കുക. അതുപോലെ ഒരു സ്വത്താവകാശത്തിന്റെ വിഷയത്തിൽ ഒരു കുടുംബത്തിൽ, ഒരു മുസ്ലിം കുടുംബത്തിലാണ് പ്രശ്നമുണ്ടായത് എങ്കിൽ അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി അത് ഖുർആനും സുന്നത്തും അതിലെന്താണ് പറയുന്നത് എന്ന് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുക. ഇതാണ് ഇപ്പൊ നിലവിലുള്ള രീതി. അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും സിഖ് സമൂഹത്തിലുമൊക്കെ അവർക്കൊക്കെ അവരുടേതായ ചില നിയമങ്ങൾ, അവരുടെ ആചാരങ്ങളുണ്ട്. അപ്പൊ അത് അവർക്കിടയിൽ അത് വെച്ചുകൊണ്ടാണ് വിധി കൽപ്പിക്കുക. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം. ഈ സിസ്റ്റത്തെ മാറ്റി ഇനി എല്ലാവർക്കും ഒരു ഏകീകൃതമായ ഒരു സിവിൽ കോഡ്, ഒരു പൊതു നിയമം ആ രംഗത്തും കൊണ്ടുവരണം എന്നതാണ് ഏക സിവിൽ കോഡ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. അതിനടിസ്ഥാനപരമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കുവാനുള്ള പ്രധാന കാരണം മുസ്ലിമീങ്ങളുടെ വ്യക്തി നിയമങ്ങൾ രൂപപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാകുന്നു എന്നതാണ്. ഇത് വരുന്നതോടുകൂടി അവർക്ക് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞതുപോലെ വിവാഹവും അതുപോലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിധികളും അതുപോലെ അവരുടെ സ്വത്ത് ഭാഗം ചെയ്യുന്ന വിഷയങ്ങളും ചെയ്യാൻ സാധ്യമാകാതെ വരും. അഥവാ മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വരും എന്നതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിഭാഗം ഇതിനെ എതിർക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്ലാം അല്ലാത്ത ഒരു നിയമം ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ മതമായി സ്വീകരിക്കേണ്ടത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ മതമായി സ്വീകരിക്കേണ്ടത് ഇസ്ലാമായിരിക്കണമെന്നാണ്. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. നാളെ പരലോകത്തവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇസ്ലാം അല്ലാത്ത ഒരു സംവിധാനങ്ങൾ തന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഒരാൾ സ്വീകരിക്കുമ്പോൾ, മതമായി സ്വീകരിക്കുമ്പോൾ, ആചാരമായി സ്വീകരിക്കുമ്പോൾ അത് അവൻ നാളെ പരലോകത്ത് നഷ്ടമുണ്ടാക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഖുതുബകളിലെയും പ്രസംഗങ്ങളിലെയും ആമുഖത്തിൽ പറയാറുള്ളത് എന്താ, ഓർമ്മിപ്പിക്കാറുള്ളത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, അതിന്റെ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ ഒരു കാരണവശാലും മരണപ്പെട്ടു പോകരുത് എന്നാണ്. അതായത് മരിക്കുന്നത് വരെ നമ്മുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് നമുക്ക് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട്
അതിന് വിഘാതം വരുന്ന ഒരു നിയമമാണ് ഇതെല്ലാം പിടിച്ച് ഒന്നാക്കുമ്പോൾ, ഏകീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതാവാ നമ്മുടെ രാജ്യത്ത് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് മുസ്ലിം സമൂഹം കടന്നു വരുമെന്നതാണ് ഇതിനെ എതിർക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, വിവാഹത്തിന് ഇസ്ലാമിൽ വിധിയുണ്ട്. എന്താണ് വിധി? ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന വആതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്. അതായത് അനുമതി വേണമെന്നാണ്. ആ കുടുംബത്തിന്റെ അനുമതി വേണം. അതോടൊപ്പം അവർക്ക് കൃത്യമായി മഹർ കൊടുക്കണം. അതങ്ങനെയുള്ള ചില നിയമങ്ങളും നിബന്ധനകളും അതിനുണ്ട്. അതുപോലെ 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. വലിയുണ്ടാകണം, മഹറുണ്ടാകണം, സാക്ഷികളുണ്ടാകണം. ഇതൊക്കെ ഖുർആനിലും ഹദീസുകളിൽ നിന്നും ഒരു വിവാഹത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. യാ മഅശറ ശബാബ്, ഏ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ പക്വത എത്തിക്കഴിഞ്ഞാൽ ഫൽതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം എന്നത് യുവാക്കളോട് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്. അപ്പൊ വിവാഹത്തിന് എന്തുണ്ട്? ചില നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹമോചനം തമാശയാക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട് എന്ന്. അൻ അബി ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, സലാസുൻ ജദ്ദുഹുന്ന ജദ്ദുൻ വഹസ്ലുഹുന്ന ജദ്ദു. 3 കാര്യങ്ങളിൽ തമാശയും കാര്യവും കാര്യമാണ്. ശരിക്കും ആ പോയിന്റ് മനസ്സിലാക്കണം. 3 കാര്യങ്ങളിൽ തമാശയും കാര്യവും കാര്യമാണ്. 3 കാര്യത്തിൽ എന്തിനാ തമാശല്ല, അത് കാര്യമായിട്ട് പരിഗണിക്കും. ഞാൻ തമാശ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? അന്നിക്കാഹു, 1 വിവാഹം, വത്തൊലാഖ്, 2ാമത്തെ വിവാഹമോചനം, വറജ്അ, തിരിച്ചെടുക്കൽ. ഈ 3 കാര്യത്തിൽ ഞാൻ തമാശ പറഞ്ഞാന്ന് പറയാൻ പറ്റില്ല, തമാശ പോലും കാര്യമാവും. ചില ആളുകൾ വിചാരം എന്താ വെച്ചാൽ ഇസ്ലാമിൽ എത്രയും കെട്ട എത്രയും ഒഴിവാക്കുക, അതൊരു ഈസിയായ സംഭവമാണെന്ന്. അങ്ങനെയല്ല ഇസ്ലാം പറഞ്ഞത്. അതിലെ പറയുന്ന തമാശകൾ പോലും കാര്യമാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും മാതൃകാപരമായി വെച്ചിട്ടുള്ള ഒരു മേഖലയാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. അതുപോലെ അനന്തരാവകാശം, രക്തബന്ധമുള്ളവർ പരസ്പരം അവകാശപ്പെട്ടവരാകുന്നു എന്നതാണ് അള്ളാഹുവിന്റെ നിയമം എന്നാണ്. അതായത് പിന്തുടർച്ചാവകാശം ലഭിക്കുന്നതിന്റെ ബേസായി ഇസ്ലാം പഠിപ്പിക്കുന്നത് രക്തബന്ധത്തെയാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും കൃത്യമായി നിശ്ചയിക്കപ്പെടുന്നത്. അതിനോട് തുല്യത പിടിക്കാൻ പറ്റുന്ന മറ്റു സംവിധാനങ്ങൾ നമുക്കിപ്പോഴും കാണാൻ കഴിയില്ല. അത്രയും കിടയറ്റ നിയമങ്ങൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഏതാനും 1-2 ആയത്തുകൾ വെച്ചുകൊണ്ടാണ് പേജുകളുള്ള ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. അത്രമാത്രം ആഴവും പരപ്പുമുള്ള ഒരു ശാസ്ത്ര പഠന ശാഖയാണ് ഇസ്ലാമിൽ അനന്തരാവകാശം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വിശാലമായ ഒരു നിയമ സംവിധാനമുള്ള മേഖലയാണത്. അപ്പൊ ഈ വിഷയം വരുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഈ വിവാഹവും ഈ വിവാഹമോചനവും അനന്തരാവകാശവും ഒക്കെ പോയി ഇസ്ലാമിലെ നിയമം പോയിട്ട് മറ്റൊരു ഇവിടെ ആരെന്തൊരു നിയമമാണോ പൊതുവായി ഉണ്ടാക്കുന്നത് അത് സ്വീകരിക്കാൻ എല്ലാവരും വിധേയരാകുന്നൊരവസ്ഥയാണ്. ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം, ചില ആളുകൾ ചില മുസ്ലിം ഹാൻഡിലുകളിൽ നിന്ന് പോലും മുസ്ലിം പേരുള്ള അക്കൗണ്ടുകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകളിൽ നിന്ന് പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ എന്താ ഇസ്ലാം നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ നിയമമൊക്കെ എല്ലാവർക്കും ഒന്നല്ലേ? എന്താ അതേപോലെ സിവിൽ നിയമം ഒന്നാക്കി എന്താ കുഴപ്പം? ഇസ്ലാമിൽ ക്രിമിനൽ നിയമം ഉണ്ടല്ലോ. ഇപ്പോ കട്ടവന്റെ കൈ വെട്ടണം എന്നതാണ് ഇസ്ലാമിന്റെ ശിക്ഷ. അതുപോലെ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ വിവാഹിതനാണ് എങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അവനെ അടിയടിക്കണം, 100 അടി അടിക്കണം എന്നാണ്. ഇതൊക്കെയാണല്ലോ നിയമം. പക്ഷെ നമ്മളെ രാജ്യത്ത് ഈ നിയമമല്ലല്ലോ. അതിന് വേറെ ശിക്ഷയല്ലേ കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചില മുസ്ലിം ഹാൻഡിലുകളിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അത് അജ്ഞത കൊണ്ട് ചോദിക്കുന്നതാണ്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ക്രിമിനൽ നിയമം നടപ്പാക്കുക എന്നത് വ്യക്തിയുടെ ബാധ്യതയല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ക്രിമിനൽ നിയമത്തിന്റെ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ വ്യക്തികൾക്ക് അവകാശം ഇല്ല. അത് ആരുടെ അവകാശത്തിൽപ്പെട്ടതാണ്? ഭരണകൂടത്തിന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതായത് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവരാണ് ആ ശിക്ഷ നടപ്പാക്കേണ്ടത്. അല്ലാത്ത പക്ഷം പൗരന്മാർക്ക് അതിൽ കുറ്റമില്ല. അതിൽ ഇന്നില്ല. അപ്പോൾ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ല, എന്തായിരുന്നാലും ആ ശിക്ഷാവിധി അത് നടപ്പാക്കേണ്ടത് ഭരണകൂടമാണ്. ആ ഭരണകൂടം നടപ്പാക്കിയോ നടപ്പാക്കിയില്ല എന്നുള്ള ആരെ ബാധിക്കണില്ല? വ്യക്തികളെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, കുറ്റം ചെയ്തവർക്ക് മാത്രമേ ശിക്ഷ കിട്ടുള്ളൂ. എന്നാൽ സിവിൽ നിയമം എന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവർക്കും ഉള്ളതാണ്.
വിവാഹം എല്ലാവർക്കും കഴിക്കണ്ടേ? വിവാഹമോചനത്തിന്റെ ഘട്ടം വന്നത് ചെയ്യണ്ടേ? അതുപോലെ അനന്തരാവകാശം എല്ലാവർക്കും നിർവഹിക്കണ്ടേ? പക്ഷേ കൈ മുറിക്കൽ ആർക്ക് മാത്രമേ ഉള്ളൂ? കട്ടോന് മാത്രമേ ഉള്ളൂ. അതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമല്ല. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ കുറ്റവാളികളല്ലാത്തവരെ കൂടി ശിക്ഷിക്കാൻ വകുപ്പുകൾ ചേർത്താൽ മാത്രമേ മുസ്ലിമീങ്ങൾ അതിനെ എതിർക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരു നിയമമല്ല, കുറ്റം ചെയ്തൊരിക്കേ നിയമമുള്ളൂ. അത് ഏത് രാജ്യത്തോ എന്തൊരു നിയമമാണോ ആ നിയമം പാലിക്കാൻ മുസ്ലിമീങ്ങൾക്ക് വ്യക്തിപരമായി കുറ്റമില്ല. അത് ഇപ്പൊ ഒരു ഇസ്ലാമിക രാജ്യം അംഗീകരിക്കുക. അവിടെ ഒരാൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ മോഷണം നടത്തി, ആ മോഷണം നടത്തിങ്ങാണ്ട് നമ്മൾ അവന്റെ കൈവട്ടാൻ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ പോലും പറ്റൂല. അതാരാ ചെയ്യേണ്ടത്? തെളിവും കാര്യവും പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇസ്ലാമിക ഗവൺമെന്റ് കോടതിയിൽ വാദങ്ങൾ നടത്തി അവസാനം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റ് നടപ്പാക്കേണ്ട കാര്യമാണ്. അതേപോലെ നമ്മുടെ രാജ്യത്ത് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇവിടെ ഏത് നിയമമാണോ കുറ്റമാണോ അതിലുള്ളത് അത് നടപ്പാക്കണേ എന്തില്ല, നമ്മളെ മതത്തെ നേരിട്ട് ബാധിക്കുന്നില്ല. അത് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് നടപ്പാക്കിയില്ലെങ്കിൽ കുറ്റമാണ്. ആർക്ക്? ഇസ്ലാമിക ഭരണകൂടത്തിനാണ് ഇതിന്റെ കുറ്റം വരിക. അപ്പൊ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ക്രിമിനൽ നിയമമൊക്കെ ഒന്നല്ലേ, എന്നാ സിവിൽ നിയമം ഒന്നാക്കിക്കൂടെ എന്ന് പറയുന്നത് എന്തല്ല, ഒരു ശരിയായ നിലപാടല്ല. അത് അജ്ഞതയാണ്. നമ്മൾ ഈ സമയത്തെങ്കിലും മുസ്ലിമീങ്ങളെങ്കിലും മതം പഠിക്കാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഇത് ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ പറഞ്ഞ കാര്യമല്ലേ? അത് നടപ്പാക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. ഭരണഘടനയിലുള്ളത് നടപ്പാക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെന്തിനാ നമ്മൾ കുറ്റം പറയേണ്ട കാര്യം? ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി അത് ഭരണകൂടത്തോട് നടപ്പാക്കാൻ പറയുകയും ചെയ്തിട്ടില്ലേ? അതിന്റെ പേരിലല്ലേ നടപ്പാക്കുന്നത്? എന്തിനാണ് ഇവരൊക്കെ കുറ്റം പറയുന്നത് എന്ന് നിഷ്കളങ്കമായി ചോദിച്ചു പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് രണ്ട് തരം സംഗതികൾ ഭരണഘടനയിലുണ്ട്. ഒന്ന് മൗലികാവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. മറ്റൊന്ന് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇതിന് രണ്ടിനും രണ്ട് സ്വഭാവമാണ്. നമ്മുടെ ഒരു മതപരമായ ടേമിൽ പറയുകയാണെങ്കിൽ ഒന്ന് ഫർളാണ്, ഒന്ന് സുന്നത്താണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫർളാണ്, നിർബന്ധമാണ്, മൗലികാവകാശമാണ്, ഹനിക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല, നിർബന്ധമായി നടപ്പാക്കണം. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിർബന്ധമായി അത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ക്ഷേമരാഷ്ട്രമായി ഇന്ത്യ മാറണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കേട്ടാൽ തോന്നും ആ രേഖ സിവിൽ കോഡ് നടപ്പാക്കണം എന്നാ പറഞ്ഞത്. അല്ല, അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കാൻ ഗവൺമെന്റ് ഭാവിയിൽ ശ്രമിക്കണം എന്നേ പറഞ്ഞതുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇത് പണ്ട് കാലത്ത് ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ചർച്ച വന്നതാണ്. അപ്പൊ ചർച്ച ചെയ്തിട്ട് മനസ്സിലായതാണ് എന്ത്, ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മുൻഗാമികൾ അത് മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നടപ്പാക്കുകയാണെങ്കിൽ തന്നെ മൗലികാവകാശത്തെ ഹനിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. മൗലികാവകാശത്തിൽ 25-ാം വകുപ്പിൽ പറയുന്നത് എന്താ? മതസ്വാതന്ത്ര്യം. ഒരാൾക്ക് മതം ഇഷ്ടമുള്ള മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും മാത്രമല്ല, അത് പ്രീച്ച് ചെയ്യാനും മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അല്ല ഉള്ളത്, മൗലികാവകാശങ്ങളിൽ ചേർത്തിപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയാണ്. അത് മൗലികാവകാശമാണ്. ആ മൗലികാവകാശത്തെ പൊളിച്ചുകൊണ്ട് മാർഗനിർദ്ദേശക തത്വം നടപ്പാക്കാൻ പാടില്ല. അതായത് ഒരു സുന്നത്ത് നടപ്പാക്കുന്നതിന്റെ പേരിൽ ഫർള് പോകാൻ പാടില്ല. പറഞ്ഞതിന്റെ ചുരുക്കതാണ്. ഒരു വീടുണ്ടാക്കണം. ഒരു വീടുണ്ട്, നല്ല സുന്ദരമായ വീടാണ്. പണി കഴിഞ്ഞപ്പോൾ പിന്നെ പഠിപ്പുരല്ല, പഠിപ്പുര കൂടി ഉണ്ടാക്കണം. അപ്പൊ പഠിപ്പുര കാരണവര് പറഞ്ഞു എന്ത്, എനിക്ക് ഏതായാലും ഒരു പഠിപ്പുര വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അത് മക്കൾ വരുമ്പോ ഭാവിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പോയി. മക്കൾ വന്നിട്ട് എന്ത് ചെയ്തു? പെര ഒരു ഭാഗത്തു നിന്നാണ് പൊളിക്കാൻ തുടങ്ങി. എന്തിനാ? വാപ്പ പറഞ്ഞിട്ടുണ്ട് പഠിപ്പുര ഉണ്ടാക്കണം. പഠിപ്പുര ഉണ്ടാക്കണമെങ്കിൽ കല്ല് വേണ്ടേ, സിമെന്റ് വേണ്ടേ, സംവിധാനങ്ങൾ വേണ്ടേ, മരം വേണ്ടേ. അപ്പൊ പെര പൊളിച്ച് വന്നിട്ട് പഠിപ്പുര ഉണ്ടാക്കുക പറ്റുമോ? ഇതവർ നടക്കുന്ന പരിപാടി. ഇത് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാർഗനിർദ്ദേശക തത്വം നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട് പൊളിക്കുകയാണ്. അതായത് മൗലികാവകാശങ്ങൾ പൊളിച്ചുകൊണ്ട് അവരാരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്റെ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ളത് രാജ്യത്തിന്റെ മൗലികാവകാശമാണ് എന്നെഴുതി വെച്ച വാക്കിനെ പൊട്ടിപ്പൊളിച്ചുകൊണ്ട്, തല്ലിപ്പൊളിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ ഇത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മാർഗനിർദ്ദേശക തത്വം നിഷ്കളങ്കമായി നടപ്പാക്കാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം നടപ്പാക്കേണ്ട ലിസ്റ്റ് എന്തൊക്കെ ഉണ്ട്? തുല്യ നീതി വേണമെന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളിലുണ്ട്. നീതി നിഷേധിക്കപ്പെടുന്നില്ല ഇവിടെ, അതല്ല ആദ്യം നടപ്പാക്കേണ്ടത്. അതുപോലെ തുല്യ വേതനം കൊടുക്കണമെന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം കൊടുക്കണമെന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ളതാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ളതാണ്. എന്തിനധികം
സൗജന്യ വിദ്യാഭ്യാസം നൽകണം, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇപ്പൊ ഇത് നടപ്പാക്കിയിട്ടുണ്ട് എങ്കിലും അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്? അതിലുപരി ലഹരി നിരോധിക്കണം, മദ്യം നിരോധിക്കണം എന്നുള്ളത് വാർഷിക നിർദ്ദേശകത്വം കൊണ്ടുള്ള. ഇന്ന് പിടിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി, അവസാനം എഴുതിയിട്ടുണ്ടാകും അയാൾ മദ്യപിച്ചിരുന്നു. ക്രൂരമായ കൊലപാതകം. ഇന്നലെ കഴിഞ്ഞ ദിവസം പോലും ഒരു മകൻ അമ്മയെ അടിച്ചു കൊന്നിരിക്കുന്നു, അല്ലേ? നേരത്തെ നമ്മൾ കണ്ടതാണ് ഒരു പിതാവ് സ്വന്തം മകളെ മഴുകൊണ്ട് വെട്ടിക്കൊന്നത്. ഒക്കെ പറയുന്നത് എന്താ? ലഹരി, ലഹരി എന്നാണ്. ഈ ലഹരിയെ പിടിച്ചു കെട്ടാൻ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതങ്ങ് നടപ്പാക്കാൻ, അത് കൊണ്ടുവരാൻ, അത് നിർബന്ധിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് നടപ്പാക്കുകയാണെങ്കിൽ മൗലികാവകാശങ്ങളിൽ ഒന്നിനെതിരാകണമില്ല. അപ്പൊ നിഷ്കളങ്കമായി നടപ്പാക്കുകയാണെങ്കിൽ ആദ്യം അതൊക്കെയല്ല നടപ്പാക്കേണ്ടത്. അതൊന്നുമില്ലാതെ ഈ വിഷയത്തെ മാത്രം പിടിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് നിഷ്കളങ്കമല്ല, അത് നിഗൂഢമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു സംശയ ആളുകൾ പറയാറുള്ളത് വൺ പീപ്പിൾ വൺ നേഷൻ, ഒരു ജനത ഒരു രാഷ്ട്രം. ഇതല്ലേ നമ്മുടെ മനോഹരമായ ആശയം? ഈ ആശയം നടപ്പിലാകണമെങ്കിൽ എല്ലാവരും നിയമം ഒന്നാകണ്ടേ? അതിനുവേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മുദ്രാവാക്യം അതല്ല. അതിപ്പോ ഉണ്ടായി വരുന്ന മുദ്രാവാക്യം. ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, നാനാത്വത്തിൽ ഏകത്വം എന്നാണ്. ഇതല്ലേ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചത്? ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം. ഇതാണ് ഇന്ത്യയുടെ സംവിധാനം എന്ന് പറയുന്നത്. ഇതെല്ലാം പിടിച്ച് ഒന്നാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇന്ത്യ തകരും. ഇന്ത്യ തകരുകയാണ് ചെയ്യുക. കാരണം ഇന്ത്യ അത്രയും വൈവിധ്യമാണ്. നമുക്കറിയാം, ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ ഒരു തലക്കൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ രാജസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങൾ ചുട്ടു പൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് വളരെ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വൈവിധ്യമാണ് കാലാവസ്ഥയിൽ, വൈവിധ്യമാണ് ഭൂപ്രകൃതിയിൽ, വൈവിധ്യമാണ് ഭാഷയിൽ, വൈവിധ്യമാണ് വേഷത്തിൽ, വൈവിധ്യമാണ് മതത്തിൽ, വൈവിധ്യമാണ് ഭാഷകളിൽ, വൈവിധ്യമാണ് എല്ലായിടങ്ങളിലും. ഈ ഭൂമിയിൽ കേരളത്തിൽ തന്നെ നിങ്ങൾ 2 കിലോമീറ്ററിന് അപ്പുറത്ത് പോയിട്ട് മണ്ണൊന്ന് കയ്യിലെടുത്തു നോക്കൂ, പൂഴിയെടുത്തു നോക്കൂ. ആ പൂഴികളിലെ തരികൾക്ക് പോലും വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ പിടിച്ച് ഒന്നാക്കാൻ ഇന്ത്യയുടെ മുൻഗാമികൾ ആരും വിചാരിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ മതങ്ങളും വിശ്വാസങ്ങളും ആചരിക്കുമ്പോൾ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഒരു പൂന്തോട്ടത്തെ പോലെയാണ് ഇന്ത്യ എന്ന്. പൂന്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ വെറും മഞ്ഞ കളറുള്ള പൂക്കൾ മാത്രമാണെങ്കിൽ ഒരൊറ്റ നോട്ടേ നമ്മൾ നോക്കുള്ളൂ, പിന്നെ നോക്കൂല. എന്നാൽ അത് വൈവിധ്യമാർന്ന പൂക്കളെ കൊണ്ട് സമ്പന്നമാണ് എങ്കിൽ അതെത്രമാത്രം നമ്മൾ നിന്ന് കണ്ണെടുക്കാതെ നോക്കും. ഇതുപോലെയാണ് ഇന്ത്യ എന്നാണ്. ആ ഇന്ത്യയെ അതുപോലെ നിലനിർത്തി ഓരോരുത്തർക്കും അവനവന്റെ മതവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഇന്ത്യ. അതെല്ലാം ഒന്നാക്കുന്നുവെന്നത് ഇന്ത്യയുടെ കഴുത്തിന് പിടിച്ചു കൊല്ലുന്നതിന് സമാനമാണ്. അപ്പൊ വൺ നേഷൻ വൺ പീപ്പിൾ എന്നതല്ല, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതാണ് ഇന്ത്യയുടെ തത്വം. ഇതിന് ആരെങ്കിലും പറഞ്ഞതല്ല, ഇതൊരു പഠിച്ചു. 2016 ലോ കമ്മീഷൻ, നിയമ കമ്മീഷനോട് ജനങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം അറിയാൻ വേണ്ടി ഗവൺമെന്റ് അറിയിച്ചു. അങ്ങനെ അറിയിച്ചതിന് ശേഷം ഗവൺമെന്റിന്റെ മുമ്പിൽ അതിന്റെ റിപ്പോർട്ട് വന്നു. എന്താ ലോ കമ്മീഷൻ പറഞ്ഞത്? ഇത് നടപ്പാക്കിയാൽ ഇന്ത്യ തകരും, ഇതൊരിക്കലും നടപ്പാക്കാൻ പാടില്ല. ആ റിപ്പോർട്ട് മേശപ്പുറത്തുണ്ട്. അതുണ്ടായിട്ട് വീണ്ടും പുതുതായി വന്ന ലോ കമ്മീഷനോട് വീണ്ടും ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അന്വേഷണത്തിൽ നിന്നും പഠനത്തിൽ നിന്നും ഒക്കെ മനസ്സിലായത് ഇത് ഏകീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നു? അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അടുത്ത തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഭരണ പരാജയം മറച്ചു പിടിക്കാനുള്ള മാർഗമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂര് പോലെയുള്ള പ്രദേശങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറച്ചു പിടിക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇതുവരെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു മുസ്ലിം പ്രശ്നമായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. നോട്ട് നിരോധനമാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും അതൊരു മുസ്ലിം പ്രശ്നമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അജണ്ട സെറ്റ് ചെയ്യണം എന്ന് മുസ്ലിമീങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട്, അവരെ പ്രതികളാക്കിക്കൊണ്ട്, അവരെ തലയിൽ ഒരു പ്രശ്നം ഇട്ടുകൊണ്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വീണ്ടും അധികാരത്തിലെത്തുവാനുള്ള ഒരു രാഷ്ട്രീയ തുരുപ്പുചീട്ട് മാത്രമാണ് ഈ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത എന്താണ്? അമിതാവേശവും നിസ്സംഗതയും ദോഷം ചെയ്യുമെന്നതാണ്. അമിതമായി എടുത്തുചാടി
തെരുവിൽ കച്ചറയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, സമരമുണ്ടാക്കി, അതിൽ നിന്ന് കലാപമുണ്ടാക്കി, അത് കത്തിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് ഇവർ വെച്ച കെണിയിൽ തലവെച്ചു കൊടുക്കലാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവർക്ക് ജയിച്ചു പോകാൻ കഴിയും. മറ്റു ചർച്ചകളൊന്നും നാട്ടിൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവേശത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. എന്നാൽ ഇത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ നിസ്സംഗമായി മാറി നിൽക്കാൻ പറ്റുമോ? അതും ദോഷം ചെയ്യും. ഇവിടെ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. വാച്ച് ചെയ്യേണ്ട സമയമാണ്. എന്താണ് സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യുന്നത്? ഇതിൽ അഭിപ്രായം പറയണമെങ്കിൽ ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് എന്താണ് എന്ന് പറയണ്ടേ? നിലവിലുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി ഇതെല്ലാം ഒന്നാക്കുമ്പോൾ എല്ലാവരുടെയും വിവാഹം എങ്ങനെയാണ് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് പറയണ്ടേ? അത് പറയുമ്പോഴല്ലേ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കരട് വരട്ടെ. പക്ഷെ കരട് വരുന്നത് വരെ ഉറങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ തെരുവിലിറങ്ങിയ പോരാട്ടമല്ല, ദൈക്ഷണികമായ മുന്നേറ്റമാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളും പൗരസമൂഹവും ഇപ്പോൾ ചെയ്യേണ്ടത്. ഇതെല്ലാം എന്താ ബോധ്യപ്പെടുത്തേണ്ട കാര്യം? ഇത് മുസ്ലിമീങ്ങളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും എന്നതാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഭരണഘടനയുടെ കൂടെ പ്രശ്നമാണ് എന്നാണ് ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മൗലികാവകാശങ്ങൾക്ക് എതിരാകുന്ന വിഷയമാണിത്. അതുകൊണ്ട് ഇത് ഭരണഘടനാ പ്രശ്നമായി ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ഇത് ഒരു മുസ്ലിം പ്രശ്നം മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറയണം. അപ്പൊ നമുക്കൊരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. HUF എന്ന് പറയുന്ന സംവിധാനമുണ്ട്. എന്താണത്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഹിന്ദു അവിഭക്ത കുടുംബം. അതിൽപ്പെട്ട ആളുകൾക്ക് ബിസിനസ് നടത്താം. ആ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടിയാൽ നികുതിയിൽ ഇളവ് കൊടുക്കും. അതൊരു മതപരമായ ഇളവാണ്. അത് ആർക്കേ ഉള്ളൂ? ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കേ ഉള്ളൂ. ഇപ്പൊ നിലവിലുള്ള നിയമമാണ് ഇന്ത്യയിൽ. അപ്പൊ ഏക സിവിൽ കോഡ് വരുമ്പോ അതെടുത്ത് ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കുമ്പോൾ അവരെയും ബാധിക്കൂലേ? ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര സമൂഹത്തെ മൊത്തം ബാധിച്ചു. അവരൊക്കെ പ്രതികരിച്ചു. അതുപോലെ തന്നെ മിസോറാം ഗവൺമെന്റ് അത് നടത്താൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കി. നാഗാലാൻഡ് ഗവൺമെന്റിൽ വന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് എതിർപ്പ് വന്നു. അതൊന്നും മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്നല്ല, സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് പോലും വരുന്നു. അവ സ്വാഭാവികമായി എന്തു മനസ്സിലായി? ഇതെല്ലാവരെയും ബാധിക്കും. ഇതൊരിക്കലും ഒരു മുസ്ലിം പ്രശ്നമാക്കാൻ അനുവദിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ കരട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന രണ്ട് സാധ്യതകളാണ്. ഒന്ന്, എല്ലാവരും ബാധിച്ചാൽ എല്ലാവരും ഈ വിഷയത്തിനെതിരിൽ ഇളവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നടപ്പാക്കാൻ കഴിയില്ല. മറ്റൊന്ന്, മറ്റുള്ളവരുടേതൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം നിലനിർത്താൻ സമ്മതിക്കുകയും. ഇപ്പൊ ഗോത്ര സമൂഹത്തിൽ നിന്ന് എതിർപ്പ് വന്നപ്പോ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോകാം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒതുങ്ങും. അവസാനം ഇത് NRCയിൽ ചെയ്തതുപോലെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലിങ്ങളെ മാത്രം പിടിച്ചതുപോലെ മുസ്ലിമീങ്ങളെന്ന് മാത്രം ഏകീകരിക്കുകയും മറ്റുള്ളവരുടേതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സംഗതി കൊണ്ടുവരികയാണെങ്കിൽ അതിന് ഏക സിവിൽ കോഡ് എന്ന് പേര് ഏതായാലും പറയാൻ കഴിയില്ല. പക്ഷെ വേറെ പേരിൽ കൊണ്ടുവരാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയാണ് എങ്കിൽ പോലും NRCയിൽ ഉണ്ടായതുപോലെ മൊത്തം രാജ്യത്ത് ഈ വിഷയത്തിൽ അതിനെതിരെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആ ഘട്ടത്തിൽ വേണ്ടി വരും. അതിന്റെ ഘട്ടം ഇപ്പോഴല്ല, കരട് വന്നതിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ വിഷയത്തിൽ അതുവരെ ഇത് കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇവർക്ക് അജണ്ട മറിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇതിൽ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പക്വതയും വിവേകവും വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുസ്ലിം സംഘടന കോർഡിനേഷൻ മീറ്റിംഗിടെ കേരളത്തിൽ ചേർന്ന് കഴിഞ്ഞു. ഈ ഒരു മെസ്സേജാണ് എല്ലാ മുസ്ലിം സംഘടനകളും ഈ വിഷയത്തിൽ ഒന്നിച്ചെടുത്തുകൊണ്ട് സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിന്റെ അജണ്ട മറ്റുള്ളവരോ മീഡിയകളോ അന്തിച്ചർച്ചകളോ അല്ല തീരുമാനിക്കേണ്ടത്, അത് മുസ്ലിം നേതൃത്വം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ശക്തമായ സുചിന്തിതമായ ഒരറിയിപ്പാണ്, ഒരാഹ്വാനമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നെഞ്ചിലേറ്റിക്കൊണ്ടായിരിക്കണം വിശ്വാസികൾ മുന്നോട്ട് പോകും. നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുണ്ടാവും, വ്യത്യസ്ത സമീപനങ്ങളുണ്ടാവും. നമ്മൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് സമീപനം സ്വീകരിക്കുന്നു എന്നല്ല ഒരു മുസ്ലിം ഈ വിഷയത്തിൽ നോക്കേണ്ടത്. മറിച്ച് ഇതിൽ നമുക്ക് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ഋജുവായ വഴി ഏത് എന്ന് എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ചെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കലാണ് ഒരു വിശ്വാസി ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഇതിനെതിര് പറയുന്ന ഒരു സ്വഭാവം മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. സമുദായത്തിന് എന്തെങ്കിലും ദോഷം വരുമ്പോൾ ശത്രുക്കൾ വല്ലാതെ സന്തോഷിക്കും, എന്നാൽ നന്മ വരുമ്പോ അവർക്ക് വല്ല ദുഃഖം ഉണ്ടാവും. അത്തരം ഘട്ടത്തില് എന്താ ചെയ്യേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വന്നാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഭയങ്കര വിഷമമുണ്ടാവും. വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫ്റഹു ബിഹാ, എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചാലോ അവർ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വഇൻ തസ്ബിറു,
നിങ്ങൾ ക്ഷമിക്കുക, സഹനം കൈക്കൊള്ളുക. വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുക. എന്നാൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, ഒരാളുടെ കുതന്ത്രങ്ങളും ഒരാളുടെ ഗൂഢാലോചനകളും നിങ്ങളെ ബാധിക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, കാരണം ഇവരാലോചിക്കുന്നതിനെയൊക്കെ വലയം ചെയ്യുന്ന, അതിനൊക്കെ അറിയുന്നവനാകുന്നു. അവരുടെ കൽബ് പോലും കയ്യിലുള്ളവനാണ് അല്ലാഹു എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കായിരിക്കും നല്ല പര്യവസാനം ഉണ്ടാകുക. അപ്പൊ നമ്മൾ ആരും ഭയപ്പെടേണ്ടതില്ല. വളരെ സമചിത്തതയോടുകൂടി ഒരു നേതൃത്വത്തിന്റെ കൊടിക്കൂറയിൽ ഒരുമിച്ച് ഈ വിഷയത്തെ നേരിട്ട് കഴിഞ്ഞാൽ ഒരാളുടെ കെണിയിലും തലവെക്കാതെ ഈ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയും. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏകസിനിൽ കൂടി 2 വഴിക്ക് വരും. ഒന്ന് ഭരണകൂടം കൊണ്ടുവരും. അതിന്റെ രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് തടയാൻ ഞാൻ നേരത്തെ പറഞ്ഞ വഴിയാണ് സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ വഴി ഏതാണ്? രണ്ടാമത്തെ വഴി സമുദായം തന്നെ ഇത് നടപ്പാക്കുന്നതാണ്. സമുദായം തന്നെ നടപ്പാക്കും. അതിനാരാ തടയാം? അതിനെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് തടയേണ്ടത്. ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ സമുദായം തന്നെ ഏക സിവിൽ കോഡ് കൊണ്ടിരുന്നത്? ഇസ്ലാമിക വേഷം, മുസ്ലിമീങ്ങൾക്ക് പുരുഷന്മാർക്കൊരു വേഷമുണ്ട്, സ്ത്രീകൾക്കൊരു വേഷമുണ്ട്. ഇസ്ലാമിലുണ്ടല്ലോ, ആർക്കും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്നത്തെ തലമുറ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുരുഷന്റെ വേഷം സ്ത്രീ കെട്ടുക, സ്ത്രീന്റെ വേഷം പുരുഷൻ കെട്ടുക. പെൺകുട്ടികൾക്കൊക്കെ പുരുഷ വേഷം വാങ്ങിച്ചു കൊടുക്കുകയല്ലേ മാതാപിതാക്കള്. അപ്പൊ എന്തായി? ഇവിടെ എല്ലാവരും ഒരേപോലെ ആകുക. ഇസ്ലാമിന് പറഞ്ഞാണെന്ന് ഒരിക്കലും നിങ്ങൾ വേഷം മാറി കെട്ടാൻ പാടില്ല. അപ്പൊ അത് ഏകീകരിക്കണം. ആരാ ഏകീകരിക്കണത്? ഭരണകൂടം ഏകീകരിക്കണത്? നമ്മളെ വീട്ടിൽ നമ്മളല്ലേ ഏകീകരിക്കണത്? അല്ലേ? അതുപോലെ തന്നെ ഇന്ന് പെൺകുട്ടികളിൽ കാണുന്ന ഒരു സംഗതിയാണ് എന്ത്? വല്ലാതെ അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് പിന്നെ കളർ കൊടുത്ത് ഐലൈനർ തേച്ച്, അതൊക്കെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ വ്യാപകമാണ്. അങ്ങനെ അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്ന് നടക്കുന്ന ഒരു സ്വഭാവം. ഇത് ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ രീതിയാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? ആ സ്ത്രീകളെ അവസ്ഥയ്ക്ക് നിങ്ങൾ പോകരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എന്തിനധികം അങ്ങനെ അണിഞ്ഞൊരുങ്ങി സ്പ്രേ അടിച്ച് ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീയെ പറ്റി പറഞ്ഞത് എന്താ? അവൾ വ്യഭിചാരിണിയാണ് എന്ന് വരെ പറഞ്ഞിട്ടില്ലേ? ലാ യജിദിന റീഹഹ എന്ന് പറഞ്ഞിട്ടില്ലേ? സ്വർഗത്തിൽ പോകൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന പോലും ഏൽക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതല്ല ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള നിയമം. പക്ഷെ ഐലൈനർ വാങ്ങിക്കൊടുക്കണത് ആരാ? ഈ കുട്ടികൾക്ക് വരുമാനമല്ലല്ലോ, രക്ഷിതാക്കളല്ലേ വാങ്ങിക്കൊടുക്കണത്. ഈ കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണത് ആരാ? രക്ഷിതാക്കളല്ലേ. ഏക സിവിൽ കോഡ് സ്വന്തം വീട്ടിലുണ്ടാക്കുന്നത് ആരാ? രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നല്ലോണം ആലോചിച്ചോളി. ഇതൊക്കെ ഈ കാലത്ത് പറയണോ? ഈ കാലത്ത് പറയണോ വെച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. ഇനി എല്ലാതും ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വീട്ടിലൊക്കെ എല്ലാ സമൂഹത്തിലുള്ളതുപോലെ ആയി മാറുന്ന അവസ്ഥ ഉണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയി അണിഞ്ഞൊരുങ്ങി പോരുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് വിവാഹങ്ങൾ മാറിയിട്ടില്ലേ? വിവാഹത്തിന് വലിയ പ്രധാനമല്ലേ? വലിയ സമ്മതം പ്രധാനമല്ലേ? ഇന്ന് വലിയ ഏത് സ്ഥാനത്ത് ഒരു റബ്ബർ സ്റ്റാമ്പല്ലേ? ഇന്ന് ആരെ കല്യാണം കഴിക്കണത് തീരുമാനിക്കണത് ആരാ? കുട്ടികൾ തന്നെയാണ്. കുട്ടികൾ ഞാൻ ഇന്നയാളെ കണ്ടുവച്ചിട്ടുണ്ട്, അത് കഴിച്ചേരാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പിന്നെ ടെറസിന്റെ മുകളിൽ കയറി താഴത്തേക്ക് കളിച്ചാടും. രക്ഷിതാക്കൾ ബേജാറാകല്ലേ, നോക്കുകുത്തിയാകല്ലേ? ഇത് വീട്ടിൽ ഈ വലിയ സ്ഥാനം എടുത്തൊഴിവാക്കുന്ന, ഇത് ഏകീകരിക്കുന്ന സ്വഭാവം ചെയ്യുന്നത് ആരാ? ഇന്ന് കുട്ടികളല്ലേ തീരുമാനം എടുക്കുന്നത്? പ്രണയം, മിശ്രവിവാഹം, ലെസ്ബിയനിസം, അല്ലേ? ആണും തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല, അത് സ്വവർഗരീതിയാന്നാ പറഞ്ഞത്. വലിയ കുറ്റമുള്ളതാ ഇസ്ലാമിൽ. ഇന്ന് പെണ്ണും തമ്മിൽ ഒന്നിച്ച് നടക്കാൻ വേണ്ടി കണ്ട് കോടതിയിൽ പോകുന്നത് ആരാ? മുസ്ലിം വീട്ടിലെ കുട്ടികളല്ലേ. ആരാ അത് ഏകീകരിക്കണത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിക്കാഹിന് ശേഷമേ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ. പക്ഷെ ഇന്ന് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് ബൈക്കുമ്പോൾ പോണു, ഒന്നിച്ച് ഫോണ് കൈമാറുന്നു, പിന്നെ എല്ലാം ഒന്നിച്ച് നടക്കുന്നു, അല്ലേ? ഒരു പ്രശ്നമല്ല, മറ്റു സമൂഹത്തിലുള്ളതാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ ഏക സിവിൽ കോഡ് ആരാ കൊണ്ടുവരുന്നത്? ഇത് ആരാ വീട്ടിൽ കൊണ്ടുവരുന്നത്? ഇസ്ലാമിലെ വിവാഹം ലളിതമാണ്, പക്ഷെ അത് ആർഭാടത്തിലേക്ക് ആരാ കൊണ്ടുപോണത്? ആർഭാടം. ലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ഈ ദൂർത്ത് എന്ന് പറയുന്നത് പിശാചിന്റെ സഹോദരങ്ങളാണ് അവര് എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞതാ. എന്തൊക്കെ ദൂർത്ത വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നത്. അതുപോലെ അനന്തരസ്വത്ത് ഇപ്പൊ ഏകീകരിക്കണമെന്ന് നമുക്കറിയാം. ഒരു വക്കീൽ ഇന്നാളെ രംഗത്ത് വന്നത് കാണാൻ പറ്റും. സ്വന്തം ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ചു, രജിസ്റ്റർ ഓഫ് മാരേജ് കഴിച്ചു. എന്തിനാ? സ്വത്തിന്റെ വിഭജനം പിന്നെ ഇസ്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്.
അപ്പൊ സമുദായത്തിൽ നിന്ന് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷെ ഇത് വ്യാപിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും എന്ത് ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യുമ്പോൾ സ്വന്തം വീട്ടിൽ അറിയാതെ ഏക സിവിൽ കോഡ് വരുന്നുണ്ടോ എന്നൊരു ആലോചന എന്ത് ചെയ്യണം, എല്ലാവരും ഓർക്കണം. അവിടെ തടയണം, എന്നിട്ട് വേണം അതിനെതിരെ പ്രതികരിക്കാൻ. അപ്പൊ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും സമുദായത്തിന്റെ കോടാലികളുടെ കൈപ്പിടികളായി നമ്മൾ മാറാൻ പാടില്ല. സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും വെട്ടിമുറിക്കുന്ന കോടാലിയുടെ കൈപ്പിടികളായി വിശ്വാസികൾ മാറാൻ പാടില്ല. ഈ സന്ദേശം വളരെ പ്രധാനമാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക്, ദീർഘവീക്ഷണം, അതിനുള്ള എല്ലാ നിലക്കുള്ള കഴിവും കരുത്തും ഈ സമുദായത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان حراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم